എന്നെ 2 പിള്ളേർക്ക് നിന്നെ വലിയ കാര്യട്ടാ. പണ്ടൊക്കെ എന്നെയായിരുന്നു താല്പര്യം അവർക്ക്. ഇപ്പൊ നിന്നെയാണോടാ അവന് താല്പര്യം? അത് വെറുതെയാണ്. എല്ലാ മക്കൾക്ക് അച്ഛൻ തന്നെ ഹീറോ അല്ല. അതൊക്കെ വെറുതെയാടാ. നീ എനിക്കൊരു ഉപകാരം ചെയ്യണവനെ. പിന്നെന്താട്ടാ പറഞ്ഞോ? നിന്നെ കണ്ട പിടിച്ചിട്ട് പിള്ളേര് വല്ല കള്ളും കഞ്ചാവും കല്ലൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ലടവനെ. ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ? നീ പറഞ്ഞ എന്തായാലും കേൾക്കും. നീ ഒന്ന് പറഞ്ഞു നോക്കിയേ. മക്കളെ ചേട്ടൻ പറഞ്ഞൊന്ന് കേട്ടറാ. നീ കേട്ടേക്കേ. ചേട്ടൻ തൊട്ട് ഉദ്ദേശിച്ച ഞാൻ ഇവരോട് എന്ത് പറയാ? അവര് നിന്നെ പോലെ ആവണമെന്ന് പറയണേ. നീ ഒന്ന് പറയടാ നിന്നെ പോലെ ആവല്ലേന്ന്. ചേട്ടാ ചിരിച്ചിട്ട് അവരധികല്ലേ? ചേട്ടൻ ഉദ്ദേശിക്കണ പോലെ ഈ മെറ്റലിന്റെയും കല്ലിന്റെയും പരിപാടി ഒന്നുമില്ല. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. കവറാ? നിനക്ക് ആ പരിപാടിണ്ടാ? ഇനിയെങ്കിലും പറഞ്ഞു കൊടുക്കണം നിന്നെ പോലെ ആവലെന്ന് പിള്ളേരെടുത്ത്. എന്തിനാണ് അങ്ങനെ കാണിക്കണ എന്റെ മക്കളെടുത്ത്? എന്റെ പൊന്നെ രൂപം കണ്ടിട്ട് ഒന്നും പറയില്ലട്ടാ. ഞാൻ വലിക്കണുണ്ടോ നിങ്ങള്? ഞാനും കണ്ടിട്ട് റീലില്. കണ്ടാ? ഇത് റീലല്ലടാ, അല്ലാണ്ട് കണ്ടുണ്ടാ? നീ നിന്റെ അച്ഛൻ വലിക്കണുണ്ടോ? അച്ഛൻ മുട്ടൻ വലിയ DJ സെറ്റപ്പില് ഫോഗൊക്കെ ആയിട്ട് അച്ഛൻ ബാത്റൂമിൽ ഇറങ്ങി കൊടുത്തത്. എന്റെ ബീഡിയുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. അതല്ലേ നിന്നോട് പറഞ്ഞേ. നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കടാ. നിങ്ങൾ നിന്റെ അച്ഛൻ കുടിച്ചിട്ട് കണ്ടില്ല? ഹണീബി. കണ്ട ബ്രാൻഡ് വരെ അറിയാം. തനിച്ചിരിക്കണ നേരത്ത് അടുത്തു വന്നവൻ ആരാണ്ടി, അവനൊരിക്കൽ ചൊന്ന കാര്യം എന്താണ്? സ്വന്തം കാര്യം എന്താണ്? ഞാൻ നിന്റെ പ്രായമുള്ളപ്പോഴേ നിന്റെ അച്ഛൻ്റെ റോൾ എന്താണെന്നറിയോ? പൂവാലുള്ള കാട്ടുകോഴിയായിരുന്നു നിന്റെ അച്ഛൻ. ഒരൊറ്റ പെമ്പിള്ളാരെ വെറുതെ വിളിയാ. ഈ ഇടവഴിയിലൊക്കെ നിന്നിട്ടേ പെണ്ണുങ്ങളെ കാണുമ്പോ നമ്പരമേറ്റു പിടഞ്ഞു നിന്റെ ചുണ്ടുകൾ എന്തോ മൊഴിഞ്ഞു എന്നും വരും വഴിവക്കിൽ അവൾ എന്നോടൊന്നും മിണ്ടാ. നൊമ്പരമേറ്റു പിടഞ്ഞു നിന്റെ ചുണ്ടുകൾ എന്തോ മൊഴിഞ്ഞു, കാണാതെ നിന്നു കരഞ്ഞു നിന്റെ കാലൊച്ചയെങ്ങോ മറഞ്ഞു, സുന്ദരദേഹമായി വാനിൽ തെളിയുന്നു കണ്ടുവോ നീ മദന, സുന്ദരദേഹമായി വാനിൽ തെളിയുന്നു കണ്ടുവോ നീ മദന, പൊന്നേ പോയി മറഞ്ഞോ ഇനി. നിങ്ങളെ എന്നെ കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും ഇയാളെ കണ്ടുപിടിക്കരുത്. പിന്നെ ഇയാളുടെ മക്കളായതുകൊണ്ട് ജനറ്റിക്കലി ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ പോരാടണം. എന്നാലും വിഷമനിട്ടാ പിള്ളേരെ അപരാധിച്ചെന്ന് തന്നെ. അതെ, നമ്മൾ നന്നാവേണ്ടി നമ്മൾ നാട്ടുകാരെ ഉപദേശിക്കാൻ നിൽക്കരുത്. അതേപോലെ മക്കളുടെ കേസിലും ചേട്ടൻ നന്നാവേണ്ടി ചേട്ടൻ മക്കളെ ഉപദേശിക്കാൻ നിൽക്കരുതെന്ന്. എന്നാലും വിഷമയിടാത്. വിഷമം മാറപ്പം എന്ത് ചെയ്യണ്ടേ? വിഷമം മാറപ്പോ എന്തിട്ട് ചെയ്യാ? എന്നാ പിന്നെ വായോ. നിങ്ങള് വീട്ടിൽ പോക്കോട്ടാ. ഞാൻ ചേട്ടനായിട്ട് സ്ഥലം വരെ പോയിട്ട് വരട്ടാ. ആരോടാ? അതെ, എന്തായാലും വീട്ടിലില്ലേ, അതടിച്ചാ പോരെ ഇനി. എടാ അതിപ്പോ അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ എനിക്ക് വിഷമമായിട്ടുള്ള നീ എന്തായാലും മേടിച്ചതായോ? ചേട്ടന്റെ കൂടെ നമ്മുടെ അടുത്ത് കൂട്ടുകൂടാൻ പറഞ്ഞിട്ട് ഒരമ്മ പറ്റാളിയന്മാര് പോണ പോലെ പോണ്ട്.